എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ ഉസോപ്പ് അവൻ കരഞ്ഞു വിളിച്ച് ഇപ്പൊ ഒരു വിധത്തില് നമ്മുടെ ആൾക്കാരുടെ കൂടെ കൂടിയിരിക്കുകയാണ്. പക്ഷെ എന്താ, ലൂഫിയുടെ ഗ്രാൻഡ് പാ കാർപ്പും ആളുടെ സംഘവും അവരാണെങ്കില് നമ്മുടെ ആൾക്കാരെ വിടാതെ പിന്തുടർന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആള് കൈ ഉപയോഗിച്ചായിരിക്കും ഓരോ കനാൻ ബോൾസും വലിച്ചെറിയുക. വാട്ടർ ഐലാൻഡിലാണെങ്കിൽ ജനങ്ങൾ എല്ലാവരും വിളിച്ചു പോവും, ലൂഫിയും ടീമും ഞങ്ങളുടെ നേതാവാണ്, ദയവ് ചെയ്ത് അവരെ ഒന്നും ചെയ്യരുത്, അവരെ പോകാൻ അനുവദിക്കണം. അപ്പ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് സോറോ അവനാണെങ്കിൽ ഇപ്പൊ കപ്പലിന്റെ പായ് അത് മടക്കി കെട്ടുകയാണ്. അത് കണ്ട നേവി സോൾജിയേഴ്സ് അവരങ്ങനെ ഷോക്കാവും. ഒരുപക്ഷെ അവർ സറണ്ടർ ആവാൻ പോവായിരിക്കും. കാരണം കപ്പലിന്റെ പായ് അത് അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ കപ്പൽ നീങ്ങില്ല. സോ നമ്മുടെ കെണിയില് അവര് പെട്ടു എന്നൊക്കെ കരുതി അവനങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും കാർപ്പ് പറയാ, ഒരു കാരണവശാലും അവർ ഗിവപ്പ് ചെയ്യില്ല. ഞാൻ ഗ്രാൻഡ് പേ ആണ്, എനിക്ക് അവനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവർ നമ്മളെ ഡൈവേർട്ട് ചെയ്ത് മറ്റെന്തോ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫ്രാങ്കി ആണെങ്കിൽ ഇവിടെ ഓരോരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. സോറോ പറയും, ഞാൻ ഈ പായ് മുഴുവൻ കെട്ടിക്കഴിഞ്ഞു, അടുത്ത പ്ലാൻ എന്താണ്? അതിന് ഫ്രാങ്കി അവൻ ക്യാഷ്വലായിട്ട് പറയും, ധൃതി പിടിക്കാതെ എല്ലാ കാര്യങ്ങളും ഞാൻ സമാധാനമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ കപ്പലിന് ഒരു അടിപൊളി പേരിടണം. അത് കേട്ട് നമ്മുടെ ആൾക്കാര് ഇവൻ ഇങ്ങനെ ഒരു ഭ്രാന്തനാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുക്കും. ലൂഫിക്ക് ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ആവേശാവും. അവനിപ്പോ ഓരോരോ പേരുകളായിട്ട് പറയാൻ തുടങ്ങും. കടുവ, പന്നി, പൂച്ച. ഉസോപ്പിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഒരു കപ്പലിടാൻ പറ്റിയ പേരാണോ നീ പറയണേ? ചൂടെ നല്ല പേരൊക്കെ പറയാൻ പറഞ്ഞ് ഉസോപ്പാണെങ്കിൽ അവനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. അതിന് ഫ്രാങ്കി പറയും, ഓൾറെഡി ഞങ്ങൾ ഈ കപ്പൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഗാലില കമ്പനിയിലുള്ള കുറച്ചു പേര് ഈ കപ്പലിന് പറ്റിയ പേരുകൾ സജസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ അത് കണ്ട് ഇതിന് സൺഫ്ലവർ ഇടാം എന്നെന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു. അപ്പോഴായിരിക്കും ഐസ്ബർഗ് അവൻ പറയാ, ഇതൊരു സാധാരണ കപ്പലല്ല, ലോകത്തിൽ വെച്ച് നമ്പർ 1 കപ്പലാണ്. ഫ്യൂച്ചറിലെ പൈററ്റ് കിങ് യൂസ് ചെയ്യാൻ പോകുന്ന സെയിം കപ്പലാണിത്. സോ ഒരു സിമ്പിൾ പേരൊന്നും വെച്ച് ഇതിന്റെ വില കളയാൻ പാടില്ല. ഒരുപാട് കടലുകളും തീരങ്ങളും താണ്ടി ഇതിന് മുൻപോട്ട് പോകാനുണ്ട്. ഐസ്ബർഗ് ആണെങ്കിൽ ആ കപ്പലിന്റെ ഓരോ ഭാഗവും അരിച്ചു പെറുക്കും. അതിനുശേഷം അതിന്റെ സൗന്ദര്യവും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഇപ്പൊ ഒരു അടിപൊളി പേര് സജസ്റ്റ് ചെയ്യും. ആ പേരാണ് 1000 സണ്ണി. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ പേര് കേട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, ഇത്രയും നല്ല അടിപൊളി പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഈ പേര് തന്നെ മതി എന്ന് പറഞ്ഞ് ലൂഫിയും ചോപ്പറും അവർ രണ്ടുപേരും തുള്ളിച്ചാടും. പക്ഷെ ഫ്രാങ്കിക്കാണെങ്കിൽ ആ പേര് അത്രയും അങ്ങോട്ട് ഇഷ്ടാവില്ല. ഫ്രാങ്കി പറയും, ആക്ച്വലി ഈ കപ്പല് അത് ലൂഫിയുടേതല്ല, ഇത് നമ്മുടെ കപ്പലല്ലേ, സോ ഫ്രാങ്കി ലൈറ്റ് ചാമ്പ്യൻ കപ്പൽ എന്നൊരു പേരിട്ടാലോ എന്ന് ഫ്രാങ്കി ചോദിക്കും. പക്ഷെ ഒരാൾ പോലും ഫ്രാങ്കിയുടെ ആ ഒരു പേര് കേട്ട് അവനെ മൈൻഡ് പോലും ചെയ്യില്ല. ഫ്രാങ്കി ആണെങ്കിൽ ചമ്മി ഐസായി നിലത്ത് കുത്തിയിരുന്ന് എന്തൊക്കെയോ വരച്ചോണ്ടിരിക്കുകയാണ്. ഉടനെ ഉസോപ്പ് അവൻ ദേഷ്യപ്പെട്ട് പറയും, ഈ പറഞ്ഞ ആ ബ്രഹ്മാണ്ഡ വെപ്പൻ അത് റിലീസ് ചെയ്ത് ആ നേവി കപ്പലിനെ അറ്റാക്ക് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അതിന് ഫ്രാങ്കി പറയും, ഒരേ ഒരു സെക്കൻഡ് എനിക്ക് വാട്ടർ 7 ഒന്നുകൂടെ കാണണം. അതിനുശേഷം ആ ബ്രഹ്മാണ്ഡ വെപ്പൻ അതുപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ആവേശാവും. അവനുടനെ ആ കപ്പലിന്റെ മുകളിലേക്ക് കയറി അവന്റെ ഗ്രാൻഡ് പേ നോക്കും. ഹലോ മൈ ഡിയർ ഗ്രാൻഡ് പാ, മിസ്റ്റർ കാർപ്പ്, നിങ്ങളെ എല്ലാവരെയും വീണ്ടും കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇപ്പൊ ക്യാഷ്വലായിട്ട് പറയും, നീ എന്ത് കരുതി? ഞങ്ങളുടെ കയ്യിൽ ഇനിയും ഒരുപാട് കനോൻ ബോൾസ് ഉണ്ട്, ഇതിൽ നിന്നൊന്നും ഒരു കാരണവശാലും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒരു കനോൻ ബോൾ കൂടെ ലൂഫിക്ക് നേരെ വലിച്ചെറിയും. നമ്മുടെ ചെക്കൻ സിമ്പിളായി ഒറ്റ കൈകൊണ്ട് ആ ബോൾ തട്ടി താഴെയിടും. ലൂഫി ആണെങ്കിൽ ഫ്രാങ്കിയുടെയും അവന്റെ കപ്പലിന്റെയും പവറിലാണ് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുക. ആൻപാ, നിങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ കപ്പലിനെ കുറിച്ച് അറിയോ, എന്നെ കുറിച്ച് അറിയോ, ഞങ്ങളുടെ ഫോഴ്സിനെ കുറിച്ച് അറിയോ? ഞങ്ങൾ എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആണ്. സോ ഒരു കാരണവശാലും നിങ്ങൾക്കിപ്പോ ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളുടെ കപ്പലിലെ റിയൽ പവർ അതിപ്പോ നിങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ പോവാണ്. അതിനുശേഷം ഭാഗ്യമുണ്ടെങ്കിൽ പിന്നീട് എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. അതിനുശേഷം ലൂഫി അവനിപ്പോ വാട്ടർ 7 ഐലാൻഡിലേക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കും. എന്നിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറയും, ഞങ്ങളുടെ കപ്പല് അത് അടിപൊളിയാണ്, നിങ്ങളുടെ ഈ ഒരു ഐലാൻഡിൽ വരാൻ കഴിഞ്ഞതാണ് ഞങ്ങളുടെ ലൈഫിൽ വെച്ച് ഏറ്റവും ഭാഗ്യമായിട്ട് കരുതുന്നത്. ഐസ്ബർഗ് ഞങ്ങളുടെ കപ്പലിന് ഒരു അടിപൊളി പേര് വെച്ചു, എല്ലാം കൊണ്ടും ഞങ്ങൾ 100% ഹാപ്പിയാണെന്ന് പറഞ്ഞ് അവനിപ്പോ തുള്ളിച്ചാടും. അതേസമയം ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ ആ കപ്പലിന്റെ അടിത്തട്ടിലേക്ക് പോയി അവർക്ക് എസ്കേപ്പ് ആവാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്. കട്ട് ചെയ്ത
ആ ഗ്രാൻഡ്പാ കാർപ്പ്. ആൾക്കാണെങ്കിൽ ലൂഫിയുടെ സംസാരം അതൊട്ടും ഇഷ്ടാവില്ല. ഇനി ഇവൻ ഇങ്ങനെ സമൂഹത്തിന് ദോഷമായിട്ട് വളർന്നു വരാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയൊരു കനോൻ ബോൾ എടുത്ത് നമ്മുടെ ആൾക്കാരെയും അവരുടെ കപ്പലിനെ ഒറ്റയടിക്ക് തകർക്കാനായി അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ കണ്ണൊക്കെ സൂം ചെയ്ത് അതെന്താണെന്ന് നോക്കും. പക്ഷെ ഉസോപ്പിനാണെങ്കിൽ കാര്യം പിടികിട്ടും. അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് ആ കപ്പൽ മുഴുവൻ ഓടാൻ തുടങ്ങും. അടുത്ത സെക്കൻഡ് ഗ്രാൻഡ്പാ ആ ഒരു വലിയ കനോൻ ബോൾ അത് വലിച്ചെറിയും. കനോൻ ബോൾ അങ്ങനെ വന്ന് കപ്പൽ മുഴുവനായിട്ട് മറിച്ച് അതിനെ തകർക്കാനായി റെഡി ആവുമ്പോഴേക്കും ഫ്രാങ്കി അവൻ എന്തോ ഒന്ന് എനേബിൾ ചെയ്ത് ബസ്റ്റ് എന്ന് പറയും. ഉടനെ ഫുൾ ഫോഴ്സില് കപ്പലിന്റെ പുറകിലൂടെ ഒരു ഫയർ പുറത്തേക്ക് വരും. അതിന്റെ പവറില് കപ്പൽ അങ്ങനെ പറന്നു പൊന്തി മുകളിലേക്ക് കുതിച്ചു പായും. ജസ്റ്റ് മിസ്സിന് ആ വലിയ കനോൻ ബോള് അത് വെള്ളത്തിൽ വീഴും. മിലിറ്ററി സോൾജിയേഴ്സും കാർപ്പും അവരെല്ലാവരും വണ്ടറടിച്ച് നമ്മുടെ ആൾക്കാരെ നോക്കി നിൽക്കും. കാർപ്പിനാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് സന്തോഷാവും. എന്തൊക്കെ പറഞ്ഞാലും അവൻ എന്റെ ഗ്രാൻഡ് സൺ അല്ലേ. കപ്പലിൽ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവർ സ്കൈ ഐലാൻഡിൽ പോയ അതേ ഫീലായിരിക്കും അവർക്കിപ്പോ കിട്ടുക. അപ്പോഴായിരിക്കും ഫ്രാങ്കി പറയാ, ഒരു ബാരൽ കോള അതുപയോഗിച്ചാണ് ഇത്രയും പവർ ഞാൻ റിലീസ് ചെയ്തത്. നിങ്ങളുടെ പഴയ ഗോയിൻമറി കപ്പല് അതിലും 3 മടങ്ങ് പവർ ഈ കപ്പലിന് അധികമാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ വാട്ടർ 7 ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ പൗലയും ഫ്രാങ്കി ടീംസും അവരെല്ലാവരും ഒരുപാട് ദിവസങ്ങളായി കണ്ടിന്യൂസ് ആയി കപ്പലിന് വേണ്ടി ജോലി ചെയ്യായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഇനി സുഖമായിട്ട് കുറച്ച് ദിവസം തീറ്റയും കുടിയായി മൂടി പൊതച്ച് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞ് അവർ തിരികെ പോവും. മറ്റൊരു ഭാഗത്ത് ജയന്റുകള് അവരാണെങ്കിൽ ഉസോപ്പിനെ ഓർത്തിരിക്കും. ഉസോപ്പിന് അവന്റെ ഫ്രണ്ട്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അവനിപ്പോ അവന്റെ ഫ്രണ്ട്സിനെ തേടിപ്പോയി. ഇനി നമുക്കും നമ്മുടെ ഫ്രണ്ട്സിനെ തേടി പോവാൻ സമയമായിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ഗ്രാൻഡ്മയാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവും. മറ്റൊരു ഭാഗത്ത് ഐസ്ബർഗ് ആളാണെങ്കിൽ ഇപ്പോ ഫ്രാങ്കിയുടെ വീട്ടിലേക്ക് വരും. അവിടെ എല്ലാവരും പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കാനില്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. നമ്മുടെ മാസ്റ്റർ ഫ്രാങ്കി അദ്ദേഹം പോയി. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? ഉടനെ ഐസ്ബർഗ് ആൾ അവിടേക്ക് വന്നിട്ട് പറയും, നിങ്ങൾ എല്ലാവരും നാളെ മുതൽ ഗാരില കമ്പനിയിലേക്ക് വരണം. നാളെ മുതൽ നിങ്ങളുടെ ജോലി അത് അവിടെയാണ്. അത് കേട്ട് അവര് ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. കട്ട് ചെയ്ത ഏതോ ഒരു ഐലാൻഡില് ആ സ്മോക്കർ അവനാണെങ്കിൽ 50 മില്യൺ ബൗണ്ടിയുള്ള ഏതോ ഒരു ക്രിമിനലിനെ പിടിക്കാൻ വന്നിരിക്കുകയാണ്. ഉടനെ ആ ടഷിക്ക് അവളിപ്പോ ലൂഫിയാൻ ടീമിന്റെ പുതിയ ബൗണ്ടി പോസ്റ്റേഴ്സ് അവന് കാണിച്ചു കൊടുക്കും. സ്മോക്കർ ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. അവൻ പറയും, ഞാനിപ്പോഴും വേറൊരു ക്യാപ്റ്റനാണ്. എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാനോ മിഷൻസ് ഏറ്റെടുക്കാനോ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇവരെ ഞാൻ തന്നെ പിടിച്ച് ഈ മൊത്തം ബൗണ്ടിയും ഞാൻ തന്നെ സ്വന്തമാക്കുമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ബറട്ടി റെസ്റ്റോറന്റ് കാണിക്കും. അവിടെയും നമ്മുടെ ആൾക്കാരുടെ ന്യൂസ് എത്തിക്കഴിഞ്ഞു. പക്ഷെ അവരെ അത്ഭുതപ്പെടുത്തിയതും ചിരിപ്പിച്ചതും അത് മറ്റൊന്നുമല്ല, സാഞ്ചിയുടെ ഫോട്ടോ ആണ്. എല്ലാവരും സാഞ്ചിയുടെ പുതിയ ലുക്ക് കണ്ട് അങ്ങനെ പൊട്ടിച്ചിരിക്കും. അതേസമയം ഇവിടെ ലൂഫിയുടെ ഗ്രാമത്തിലും ലൂഫിയുടെ പുതിയ പോസ്റ്ററൊക്കെ കണ്ട് അവിടുത്തെ ജനങ്ങളൊക്കെ അങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഉടനെ മേയർ ആള് പറയും, ലൂഫിയുടെ ഫാമിലിയിലെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഓരോരുത്തരും തലതിരിഞ്ഞു പോയി. അവന്റെ ഗ്രാൻഡ്പാ ആള് നേവിയിലെ തന്നെ ഒരു നമ്പർ 1 ഉദ്യോഗസ്ഥനാണ്, മിസ്റ്റർ കാർപ്പ്. ആൾ ഒറ്റയ്ക്ക് വന്ന് അവന്റെ തലയ്ക്ക് 2 കിഴുക്ക് വെച്ചു കൊടുത്ത് അവനെ തൂക്കിയെടുത്ത് ജയിലിൽ കൊണ്ടുപോയി ഇട്ടാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇതുള്ളൂ. അത് കേട്ട് ബാക്കിയുള്ളവർക്കൊന്നും അതിഷ്ടാവില്ല. അവിടെയുള്ള ജനങ്ങള് ഇപ്പൊ ലൂഫിയെ വലിയൊരു ഹീറോ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. കട്ട് ചെയ്ത ഉസോപ്പിന്റെ ഗ്രാമത്തിലും ഇപ്പൊ അവരുടെ വാണ്ടഡ് പോസ്റ്റർ എത്തിക്കഴിഞ്ഞു. അവര് പോലും കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും ആ സോഹെ കിങ് അത് മറ്റാരുമല്ല, സാക്ഷാൽ ഉസോപ്പാണെന്ന്. കയാപ്പെണ്ണിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. അവള് പറയും, ഉസോപ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്പർ 1 പൈററ്റായി മാറിയിരിക്കുകയാണ്. സോ അവന് കൊടുത്ത വാക്ക് പോലെ എനിക്കൊരു ഡോക്ടറായി മാറണം. എങ്കിൽ മാത്രമേ അവൻ പരിക്കു പറ്റി ഐലാൻഡിലേക്ക് തിരികെ വരുമ്പോ എനിക്ക് അവനെ ട്രീറ്റ് ചെയ്യാൻ കഴിയൂ. അതേസമയം സോറയുടെ വില്ലേജില് സോറയുടെ മാസ്റ്ററും ഇപ്പൊ സോറയെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചത് അവൻ വലിയൊരു സ്ക്വാഡ്സ്മാനായി വരാനാണ്. ഇതവന്റെ ചെറിയൊരു മൈൽ സ്റ്റോൺ മാത്രമാണ്. ഉറപ്പായിട്ടും അവനായിരിക്കും ഇനി വരാൻ പോകുന്ന ലോകത്തിലെ നമ്പർ 1 സ്ക്വാഡ്സ്മാൻ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കോക്കാഷി വില്ലേജ് അവിടെയാണെങ്കിൽ നാമിയുടെ സിസ്റ്ററും നാമിയുടെ പുതിയ ലുക്കും ബൗണ്ടി പോസ്റ്റ് ഒക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അവളുടെ ആ ഒരു സന്തോഷവും ഫോട്ടോ ഒക്കെ കാണുമ്പോൾ തന്നെ അവളുടെ സഹോദരിക്ക് മനസ്സിലാവും നാമി ഇപ്പോ നല്ല ഹാപ്പിയാണ്. കട്ട് ചെയ്ത ഇവിടെ ചോപ്പറിന്റെ ഐലാൻഡില് കുറൈഹ അവന്റെ വാണ്ടഡ് പോസ്റ്റ് കണ്ട്
ശരിക്കും ഷോക്കായിട്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അലപ്പസ്റ്റ കിങ്ഡം, അവിടെയാണെങ്കിലും നമ്മുടെ ആൾക്കാരുടെ വാണ്ടഡ് പോസ്റ്റേഴ്സ് ഓൾറെഡി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും ബൗണ്ടീസ് ഉണ്ട്. ഈ കാര്യം ഒരു കാരണവശാലും വിവി അറിയാൻ പാടില്ല. ഇതറിഞ്ഞ അവൾക്ക് ഒരുപാട് വിഷമാവുമെന്ന് കിങ് പറയും. പക്ഷെ വിവി ആണെങ്കിൽ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അവൾക്കതില് വിഷമമൊന്നുമില്ല, മറിച്ച് സന്തോഷം മാത്രമാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പുതിയൊരു ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു റെബേലിയൻ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ തലവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ വാണ്ടഡ് പോസ്റ്റർ അത് കാര്യമായിട്ട് പരിശോധിച്ച് അവന്റെ അസിസ്റ്റൻസിനോട് നമ്മുടെ ആൾക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കും. ഉടനെ ആ ലീഡർ ഇപ്പൊ ലൂഫിയുടെ വാണ്ടഡ് പോസ്റ്റർ എടുത്ത് പുറത്തേക്ക് പോവും. ആള് ഫുൾ ഫോഴ്സില് ഉറപ്പിച്ചു പറയും, ലൂഫി ഉറപ്പായിട്ടും നിനക്ക് ഈ ലോകത്തിലെ നമ്പർ 1 പൈററ്റായി മാറാൻ കഴിയും. അടുത്ത പൈററ്റ് കിങ് അത് മറ്റാരുമല്ല, നീ തന്നെയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ ഒരു ലീഡറിന്റെ ഫേസ് ഇപ്പൊ ക്ലോസപ്പിൽ കാണിക്കും. അത് മറ്റാരുമല്ല, മങ്കി ഡി ഡ്രാഗൺ, ലൂഫിയുടെ പപ്പ. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.